സർവശക്തനായ കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം 27-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: ദൈവഭക്തി ആയുസ് വർദ്ധിപ്പിക്കുന്നു, ദുഷ്ടരുടെ ജീവിതകാലം പരിമിതമായിരിക്കും. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ ഭൂമിയിൽ ദീർഘകാലം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നമുക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവഭക്തിയാണ്. പരിശുദ്ധനായ ദൈവത്തെ അറിയുകയും അവിടുത്തെ ആരാധിക്കുകയും നമുക്ക് ഈ ഭൂമിയിൽ തന്ന സമയം മുഴുവനും കർത്താവിനോടുള്ള ഭക്തിയിൽ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ തിരുവചനത്തിലൂടെ ദൈവമായ കർത്താവ് പറയുന്നു: ഞാൻ നിമിത്തം നിന്റെ ദിനങ്ങൾ പെരുകും, നിന്റെ ആയുസ്സിനോട് കൂടുതൽ വർഷങ്ങൾ ചേരുമെന്ന് സുഭാഷിതങ്ങളുടെ പുസ്തകം 9-ാം അധ്യായം 11-ാം തിരുവചനവും വ്യക്തമാക്കുന്നു. സ്നേഹമുള്ളവരെ, ദൈവഭക്തി ജീവന്റെ ഉറവയാണ്. മരണത്തിന്റെ കെണികളിൽ നിന്ന് രക്ഷപ്പെടുവാൻ അത് നമ്മെ സഹായിക്കുന്നു. ദൈവഭക്തി നിലനിർത്തുന്നത് ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത് മാത്രമല്ല, നമ്മുടെ ജീവിത വിശുദ്ധി അനുദിന ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മുടെ ചിന്തകൾക്ക് വളരെ പ്രാധാന്യമുള്ളതുകൊണ്ട് നമ്മുടെ ചിന്തകളെ ദൈവഹിതപ്രകാരം നടത്തണം. കാരണം വചനം പറയുന്നു, ചിന്തയാണ് ഏതൊരു പ്രവൃത്തിയുടെയും ആരംഭം. സ്നേഹമുള്ളവരെ, ദൈവഹിതത്തിന് എതിരെ നിൽക്കുന്ന എല്ലാ ദുഷ്ടരുടെ ജീവിതകാലവും പരിമിതമാണെന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. അതുകൊണ്ട് ദൈവഭക്തിയിൽ നമുക്ക് ആശ്രയിക്കാം, ദൈവഭക്തി നമുക്ക് പരിശീലിക്കാം. ദൈവത്തെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ, വിശുദ്ധിയോടെ ജീവിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ കർത്താവായ യേശുവിന് നമുക്ക് നന്ദി പറയാം. നമ്മെ ഇതുവരെയും നടത്തിയ അവിടുത്തെ സ്നേഹത്തിനും നമ്മുടെ കാൽക്കല്ലിൽ തട്ടാതെ പ്രതികൂലങ്ങളിൽ നമ്മെ കരം പിടിച്ച് നടത്തിയ ആ വലിയ സ്നേഹത്തിന് നന്ദി പറയാം. അപ്പനെപ്പോലെ എന്നെ സ്നേഹിക്കുന്ന യേശുവേ, അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങേക്ക് സ്തോത്രം. അങ്ങേ ഞാൻ ഉയർത്തുന്ന എൻ്റെ യേശുവേ, കർത്താവായ യേശുവേ, ഞാൻ ചോദിച്ചതിലും കരുതിയതിലും ഉപരിയായി അവിടുന്ന് എനിക്ക് നൽകി. കർത്താവായ യേശുവേ, ഈ ഭൂമിയിൽ എൻ്റെ കഴിവിനാൽ ഞാൻ ഒന്നും നേടിയിട്ടില്ല. എല്ലാം അവിടുത്തെ കൃപയാണ്. അവിടുത്തെ അളവില്ലാത്ത സ്നേഹമാണ് എന്നെ ഇതുവരെയും വഴി നടത്തിയത്. ഓ യേശുവേ, അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ചോദിച്ചതിലും നിനച്ചതിലും അത്യന്തം പരമാ എന്നിൽ നൽകിയും, ഞാൻ ചോദിച്ചതിലും നിനച്ചതിലും അത്യന്തം പരമാ എന്നിൽ നൽകിയും, എൻ കഴിവിനാൽ ഒന്നും നേടിയില്ലേ
സ്തോത്രം. അങ്ങേ മാത്രം ഉയർത്തിയിടുന്നേ എന്നപ്പനെ, അങ്ങേ മാത്രം ആരാധിക്കുന്നേ എൻ്റെ യേശുവേ. യേശുവേ. അങ്ങേ മാത്രം ഉയർത്തിയിടുന്നേ എന്നപ്പനെ, അങ്ങേ മാത്രം ആരാധിക്കുന്നേ എന്നേശുവേ. കർത്താവെ, അങ്ങേ മാത്രം ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയ്ക്ക് മാത്രം സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങേ മാത്രം ഉയർത്തിയിടുന്നേ എന്നപ്പനെ, ഓ എൻ്റെ യേശുവേ, അങ്ങേ ആരാധിക്കുന്ന കർത്താവെ, നിമിഷം കർത്താവെ, അങ്ങോട് പ്രാർത്ഥിക്കുന്ന സകല മക്കളുടെ പ്രാർത്ഥനകളും അവിടുന്ന് സ്വീകരിക്കണം. അവിടുന്ന് സകല മക്കളെയും അനുഗ്രഹിക്കണം. യേശു, അങ്ങേ ഈ പ്രഭാതത്തിൽ സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുന്നു. യേശുവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നപ്പനെ, അങ്ങേ മാത്രം ആരാധിക്കുന്നേ എന്നേശുവേ. അങ്ങേ മാത്രം ഉയർത്തിയിടുന്നേ ഓ എൻ്റെ യേശുവേ, സ്തോത്രം. ഹല്ലേലൂയ. അങ്ങേ മാത്രം ആരാധിക്കുന്നേ യേശുവേ, സ്തോത്രം. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങളും തകർച്ചകളും എടുത്തു മാറ്റി ദൈവമായ കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.